നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അയിലക്കറിയാണ്. പെട്ടെന്ന് ചോറുണ്ണാനൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ മാർക്കറ്റിൽ പോയപ്പോൾ അയില കണ്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചേക്കുന്നു. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് വേണം ചോറുണ്ണാനായിട്ട്. അപ്പം അതിന് മുളക് പൊടി കുഴയ്ക്കാൻ പോവുകയാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ. ഒന്നര കിലോ അയിലയുണ്ട്. അപ്പോൾ അതിന് ഇത്രയും മുളക് പൊടി വേണം. അയിലയ്ക്കാകുമ്പോൾ നന്നായിട്ട് മുളക് പൊടി വേണം. പിന്നെ അടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒത്തിരി വേണ്ട, അത് മതി മല്ലിപ്പൊടി. ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി. ഇത് മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് കുഴയ്ക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ ഇപ്പൊ നമ്മൾ മുളക് മിക്സ് ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെ അല്ലെ, മുളക് കുഴച്ചോണ്ടിരുമ്പോ തന്നെ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ മുളക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മളിവിടെ കണ്ടില്ലേ കുറച്ച് പുളി വെള്ളത്തിൽ കിടപ്പുണ്ട്. ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. പണ്ട് നമ്മളന്ന് അയിലയൊക്കെ മേടിച്ചാൽ തലയൊന്നും കളയത്തില്ല. തലയെടുത്ത് വേറെ എടുത്തിട്ട് കറി വെച്ചിട്ട് ആദ്യം കപ്പ തിന്നു അയിലത്തല കൂട്ടി. അയിലത്തലയ്ക്ക് അന്നൊക്കെ ഭയങ്കര രുചി അയിലത്തല കറി വെച്ചാൽ. അപ്പം മീൻ കിട്ടിയില്ലെങ്കിൽ അയിലത്തല തരാൻ പറയുമായിരുന്നു. മീൻ കഷ്ണം വേണ്ട, ഞങ്ങൾക്ക് അയിലത്തല മതിയെന്ന് പറയുമായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയല്ല, അമ്മയുടെ ചെറുപ്പത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അമ്മയുടെ ചെറുപ്പത്തിലുള്ള കാര്യമാണ്. അവരുടെയൊക്കെ വീട്ടിൽ അന്ന് അയിലയുടെ തല ഇങ്ങനെ എടുത്ത് മീൻ വാങ്ങിക്കുമ്പോൾ ആദ്യം അയിലത്തല കറി വെച്ച് കപ്പ കഴിക്കും അല്ലേ. അതിനുശേഷമാണ് പിന്നെ മീൻ എടുക്കുന്നത്. അപ്പോഴത്തേക്കും മീൻ ഒരു ദിവസം ഇരിക്കുമ്പോഴത്തേക്കും അത് നല്ല ടേസ്റ്റ് ആയിട്ട് മാറും മീൻ കറിക്ക് അല്ലേ. നമ്മുടെ എണ്ണ ചൂടായി. ആദ്യം നമ്മൾ പച്ചമുളകാണ് ഇടുന്നത്. പച്ചമുളക് അത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഇടുകയാണ്. വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഒന്ന് പയ്യെ ചുമക്കട്ടെ. നമ്മൾ അടുത്തത് ഇഞ്ചിയാണ് ഇടുന്നത്. ഇത്ര ഇഞ്ചിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് മൂപ്പിക്കും അല്ലേ. നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന മുളക് എണ്ണയ്ക്കകത്തോട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ പച്ചമുളകും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്തു അല്ലേ. മൂത്തപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ചൂടുവെള്ളത്തിൽ കുഴച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടു. ആ പാത്രം ഒന്ന് കഴുകിയും കൂടി ഒഴിക്കുക അല്ലേ അമ്മേ, ആ ചൂടുവെള്ളത്തിൽ തന്നെ അല്ലേ. ഇത് എണ്ണ തെളിയുന്നത് വരെ നമ്മളിത് അടുപ്പിലിട്ട് ഇളക്കണം. ഇത് നല്ലപോലെ വരണ്ട് വരണം ഈ മുളക്. ഇത് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ എണ്ണ പൊങ്ങി വരും. വെളിച്ചെണ്ണ ഈ മുളക് പൊടി നല്ല ചുമന്ന നല്ലൊരു വറുത്തരയായി വരും. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലേ അടിക്ക് പിടിക്കും. നമ്മുടെ മുളക് പൊടി മൂത്തില്ല, മൂത്ത് വരുമ്പോൾ നമുക്കൊരു മണം വരും മുളക് മൂക്കുമ്പോൾ. അതിനകത്ത് നമ്മുടെ പുളി ഒഴിക്കാൻ മുളക് പൊടി നല്ല പോലെ മുളക് മൂത്ത് നമ്മുടെ ഒരു 6 ചോള പുളിയുണ്ട്. അതിൽ 1.5 കിലോ ഉള്ളതുകൊണ്ടാണ് ഈ 6 ചോള പുളി ഇട്ടത്.
1 കിലോ അയിലയൊക്കെ ഉള്ളെങ്കിൽ ഒരു 4 ചോള പുളി മതി. അത് പുളിയുടെ ഇതുപോലെ ഇനി നമ്മളല്പം കരിവേപ്പില വെള്ളത്തിനകത്തിടും. നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഇത് പിന്നെ തിളച്ച് നോക്കാം. തിളച്ച് കഴിയുമ്പോൾ ഉപ്പും പുളി ഇല്ലെങ്കിൽ അല്പം ഉപ്പും ഇടാം. പുളി കൂടുതലാവും. പുളി ഒറ്റ പ്രാവശ്യമേ ചേർക്കുള്ളൂ. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഇതുകൊണ്ട് നമ്മളൊരല്പം ഉലുവാപ്പൊടിയും കൂടെ വെള്ളത്തിൻ്റെ കൂടെ ചേർക്കും. ഉലുവ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി അല്ലേ മേ? നമ്മൾ മോര് കറിക്കും ഇതിനൊക്കെ രസക്കറി വയ്ക്കുന്നതിനും സാമ്പാർ വയ്ക്കുന്നതിനൊക്കെ ഇച്ചിരി ഉലുവാപ്പൊടി ഇടണം. അപ്പോൾ എപ്പോഴും ഒന്നും ഉലുവ വറുത്ത് പൊടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉലുവ വറുത്ത് പൊടിച്ച് വയ്ക്കും. അവിടെ നിന്ന് തിളക്കട്ടെ. തിള വന്നോ നമ്മൾ നോക്കട്ടെ. തിള വന്നു തുടങ്ങിയതേ ഉള്ളൂ. നന്നായിട്ട് തിളച്ചിട്ട് വേണം മീനിടാൻ. അപ്പോൾ ആ പുളിയൊക്കെ വെന്ത് അതിനകത്ത് ഇറങ്ങി കഴിയുമ്പോൾ ആ മീൻ പെട്ടെന്ന് മീനിന് പുളി കെട്ടിക്കും. അടച്ചു വയ്ക്കട്ടെ. ഒന്നുകൂടെ അടയ്ക്കട്ടെ. ഇതേ നമ്മുടെ മീൻ തിളച്ച് നല്ല പോലെ അരപ്പ് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ ഇടുക. തലയൊക്കെ അങ്ങനെ മീൻതലയൊന്നും ഇടുന്നത് നാണക്കേടൊന്നും അല്ല. മീൻതലയൊക്കെ നല്ല സാധനമാണ്. നല്ല രുചിയുണ്ട് കഴിക്കാനായിട്ടല്ലേ. അയിലത്തല നല്ല രുചിയുള്ളതാണ്. മറ്റേ ചാളയുടെ തല പോലൊന്നും അല്ല. അയിലത്തലയ്ക്കൊക്കെ നല്ല രുചിയുണ്ട്. അതുകൊണ്ട് ആരും അയില മേടിച്ചാൽ തല. നമുക്ക് വേറെ ദിവസം തലക്കറി ഉണ്ടാക്കല്ലേ? ഇന്ന് നമ്മൾ പോയപ്പോ അവിടെ അമ്മ മീൻ ചോദിച്ചപ്പോ എന്നാ പറഞ്ഞു? തലയുടെ കാര്യം ചോദിച്ചപ്പോ അവരുടെ തലയുള്ളെന്ന്. ആണോ? മീൻ തല ഇല്ലെന്ന് പറഞ്ഞോ? ഞങ്ങളുടെ തലയുണ്ടെന്ന്. എല്ലാം പെറക്കി ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇച്ചിരി കരിയാപ്പടിയും കൂടെ കുറച്ച് കരിയാപ്പടിയും കൂടെ അതിന്റെ മണ്ടയിൽ മുകളിലിടണം. വേണേ തണ്ടോട് കൂടി വേണേലും കറിവേപ്പില ഇടാം അല്ലേ? തണ്ടോട് കൂടി ഒടിച്ചൊടിച്ച് വേണേലും അങ്ങോട്ട് ഇടാം. നാടൻ കരിയാപ്പിലയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ പറമ്പിൽ ഇഷ്ടം പോലെ കരിയാപ്പിലയുണ്ട്. അതുകൊണ്ട് നമുക്ക് കരിയാപ്പില ഇടുന്നതിന് ഒരു പഞ്ഞവും ഇല്ല. അത് കരിയാപ്പില ഇട്ട് ഇളക്കണ്ട. അത് അങ്ങനെ തന്നെ അങ്ങ് വെച്ചിട്ട് മൂടി വയ്ക്കും. വീണ്ടും അടച്ചു വെക്കണം അല്ലേ? തുറന്ന് നോക്കാം എന്ത് പരുവമായും നമുക്കൊന്ന് നോക്കാം. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണയെല്ലാം തീ പൊങ്ങി വന്നു. എണ്ണയൊക്കെ തീ കണ്ടോ ഇങ്ങനെ അതിൻ്റെ വണ്ടി കണ്ടുണ്ട്. എല്ലാം നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. പക്ഷേ സ്വല്പം കൂടി ഇരുന്നൊന്ന് പറ്റണം. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഇനി കഴിക്കാനുള്ളത് ഈ ചോറും മീൻകറി, പിന്നെ നമ്മുടെ മത്തങ്ങേരിശ്ശേരി ഇരിപ്പുണ്ട് അല്ലേ മേ? മത്തങ്ങേരിശ്ശേരി. ഓക്കെ. മീൻകറി റെഡിയായി. പക്ഷെ വാങ്ങാൻ എനിക്ക് പറ്റത്തില്ല. വലിയ ചട്ടി ആയതുകൊണ്ട് എനിക്കത് വാങ്ങി വെക്കാനുള്ള പറ്റില്ല. അതുകൊണ്ട് ഇതേ ഇപ്പോൾ വാങ്ങാൻ പോവുകയാണ്. വാങ്ങി വെച്ചപ്പോഴും തിളച്ചുകൊണ്ടിരിക്കും. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിനകത്ത് ആ തിളവോടുകൂടി പറ്റിക്കൊണ്ടിരിക്കും. മൺചട്ടി ആയതുകൊണ്ട് ചൂട് നിൽക്കാനായിട്ട് ഒരു 10 മിനിറ്റോളം വീണ്ടും ചൂട് മൺചട്ടിയിൽ കാണും. അപ്പോൾ അതാണ് തിളയ്ക്കും. എപ്പോഴും അടുപ്പം തിളയ്ക്കുന്നത് പോലെ തിളയ്ക്കുക. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ കുറുകാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിപ്പോകും. അപ്പോൾ നമ്മുടെ അയിലക്കറി റെഡിയായി. ഇപ്പോഴും തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ പഴയ കാലത്തുള്ള അയിലക്കറികളും മീൻകറികളും ഇതുപോലത്തെ കറികളൊക്കെ ഞാൻ നിങ്ങളെ വെച്ച് കാണിക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു പാചക വിശേഷമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.